ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു 2024. അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെയാണ്. അപ്പോൾ ഇതും നമ്മുടെ ടെക്സ്റ്റിലുള്ള തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അവസാന പേജിലാണുള്ളത്. ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 15 ചോദ്യങ്ങൾ എന്താണ്, നമുക്ക് തിയറി തന്നെയാണ് വരുന്നത്. ഒന്ന് പ്രൊവിഷൻസ് റിഗാർഡിങ് സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലോസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ 5th സെമ്മിൻ്റെ പേപ്പർ അല്ലെങ്കിൽ എന്താണെന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോൾ എന്താ ശരിക്കും പറയുന്നത്, ഈ ക്യാപിറ്റൽ ലോസുകൾ ക്യാപിറ്റൽ ഗെയിനുകളായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാപിറ്റൽ ലോസസ് ക്യാൻ ഓൺലി ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻസ്. ദെൻ long term capital gain and short term capital long term capital loss and short term capital loss can be set off against long term capital gain. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ലോസോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസോ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മാത്രമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് നമ്മളിവിടെ പറയുകയാണെങ്കിൽ LT, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഈ ലോങ് ടേം ക്യാപിറ്റൽ ലോസും അതേമാതിരി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഇത് രണ്ടും സെറ്റ് ഓഫ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നീട്ടി എഴുതുക എന്നുള്ളതാണ്. പിന്നെന്താണ്, എഗ്രിഗേഷൻ ഓഫ് ഇൻകം ആണ്. നമുക്കറിയാം, അത് ഇൻകം ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. പിന്നെ ഹൗ വിൽ യു കൺസിഡർ ടാക്സബിൾ ഇൻകം റിസീവ്ഡ് ബൈ എ മൈനർ ചൈൽഡ്. ആ കുട്ടീനെ തന്നെ കഴിവുകൊണ്ട് കിട്ടുകയാണെങ്കിൽ എന്താണ്, നമ്മളത് കുട്ടീൻ്റെ പേര് തന്നെയാണ് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരിലേക്ക് മാറ്റുന്നതാണ്. റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89 ഫസ്റ്റ് ചാപ്റ്റേഴ്സിലുള്ളതാണ്. 80GG എന്താണെന്നുള്ളത് അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കട്ടോ നിങ്ങളുടെ അടുത്ത്. പിന്നെ CBDTയെ കുറിച്ച്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് എന്താണ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലുണ്ട്. അസസ്മെൻറ്റിൻ്റെ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. TDS എന്താണെന്നുള്ളത്, TDS സർട്ടിഫിക്കറ്റ്. സീറോ റേറ്റഡ് സപ്ലൈ എന്താണെന്നുള്ളതാണ്. കാര്യം ടാക്സ് വരാത്ത സപ്ലൈ ആണ്. HSN കോഡിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. GSTIN കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്താണ് സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ഇതാണ്, പിന്നെ വിൽക്കുമ്പോൾ അത് കിഴിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെല്ലർ. അത് കഴിഞ്ഞിട്ട് GSTR 1 രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്നാണ്, EVA ബില്ല്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, ചാപ്റ്റേഴ്സിൽ നോക്കിയതാണ്. പിന്നെന്താണ്, ATC മുതലുള്ള 10 ഡിഡക്ഷൻസിനെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. അതും ഞാൻ പറഞ്ഞു, ഈ ATC to ATU നന്നായി നോക്കണേ. ബെസ്റ്റ് ജഡ്ജ് അസസ്മെൻ്റ് എന്താണ്, പാന് എന്താണെന്ന് എഴുതുക. അതിൻ്റെ കമ്പൾസാരിറ്റി, അതായത് എന്തുകൊണ്ടാണ് അത് കമ്പൾസറി ആവുന്നതെന്നുള്ളത്. പിന്നെ GST സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷൻ്റെ പ്രൊസീജിയർ ഒക്കെ നമ്മൾ GSTൻ്റെ ചാപ്റ്റേഴ്സ് ലാസ്റ്റിലേക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഇൻവോൾവിങ് ദ ലെവി ഓഫ് GST, CGST, SGST, IGST. അതായത് ഇപ്പോൾ ഒരു 2 സ്റ്റേറ്റുകൾ തമ്മിൽ എന്താണ് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ IGST വരും. ഒരു സ്റ്റേറ്റിനുള്ളാണെങ്കിൽ SGSTയും CGST വരും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് GST അതോറിറ്റീസ്. GST അതോറിറ്റീസിൻ്റെ പവറുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമ്മൾ ATGൻ്റെ കണക്കാണിത്. ഓക്കെ, അതിലെന്താണ് ഇയാളുടെ ഫുള്ള് ടോട്ടൽ ഇൻകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, LIC ഫണ്ട് ഉണ്ട്, വേറെ കുറച്ച് എന്താണ് ഡൊണേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലത് 50%, 100% ഡൊണേഷൻസ് ഉണ്ട്. അത് ATGൻ്റെ കണക്ക് നോക്കിയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് എന്താണ്, അപ്പോൾ ഇതൊക്കെയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ essay വരുന്നത് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം റിസീവ്ഡ് ഫ്രം ഇന്ത്യ ബൈ എ നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ 57 years ആയ സീനിയർ സിറ്റിസൺ അല്ല, അയാളുടെ ഇൻകമാണ് നമുക്കിവിടെ എന്താണ് ടോട്ടൽ ഇൻകമാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എല്ലാ ഇൻകം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുത്തിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. അപ്പോൾ ഇത് കുറയ്ക്കാം. ക്യാഷ്വൽ ഇൻകം വേറെ വന്നിട്ടുണ്ട്, അത് അതർ ഇൻകത്തിലേക്ക് വരുന്നതാണ്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. പിന്നെന്താണ്, ടാക്സബിൾ ഹൗസ് പ്രോപ്പർട്ടി. ഇതെല്ലാം ആഡ് ചെയ്യുക. ഇത് 3 ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ക്യാഷ്വൽ ഇൻകം അതർ സോഴ്സിൽ കാണിക്കുക. പിന്നെ ഇത് ATG ആണ്, RPF ഒക്കെ ATC to ATUവിൽ വരുന്ന ഡിഡക്ഷൻസ് ഉണ്ട്, അത് കുറയ്ക്കുക. ടൈപ്സ് ഓഫ് ടാക്സ് റിട്ടേൺസ് നമ്മുടെ ടാക്സിൻ്റെ തുടക്കത്തിൽ വരുന്നുണ്ട്. ടാക്സ് റിട്ടേണിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ. പിന്നെ എന്താണ്, ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സസ് സോഴ്സ്, TDSനെ കുറിച്ച് എഴുതുക. പിന്നെ എന്താണ്, സപ്ലൈ എന്താണ്, അതിൻ്റെ പ്രൊവിഷൻസും നമ്മുടെ GSTൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താണ്, നമുക്ക് ആ ടെക്സ്റ്റ് നമ്മൾ തന്ന പാഠഭാഗങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എവിടെയൊക്കെ മാർക്ക് ചെയ്യാൻ വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. HSN കോഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് എന്താണ് ഒന്ന് വായിച്ചു നോക്കുക.